A person helps an elderly person across the street because doing a good deed makes him feel good. What type of motivation is at work here? നമ്മൾ മോട്ടിവേഷൻ എന്താണ്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സിമ്പിൾ ആണ്. അതായത് ഒരു വയസ്സായിട്ടുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്തു. അത് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് അയാൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, അയാൾക്ക് ഒരു സംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ടൈപ്പ് ഓഫ് മോട്ടിവേഷനെ പറയുന്ന പേരെന്താണ്? യെസ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. നമ്മൾക്കറിയാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് നിന്ന് കിട്ടുന്ന റിവാർഡ്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ്. ഇൻസെന്റീവ് എന്ന് പറയുന്നത് ആ ഒരു റിവാർഡ് മെറ്റീരിയലിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കിട്ടുന്ന ആ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റിവാർഡ് ഉണ്ടല്ലോ, ആ ഒരു മെറ്റീരിയലിസ്റ്റിക് തിങ്കിങ്, ആ ഒരു കാര്യത്തെയാണ്, ആ ഒരു റിവാർഡിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. Next question. Which of the following learning provides strategic help in the initial stages of learning, gradually diminishing as students gain independence? താഴെ കൊടുത്തിരിക്കുന്ന ഏതൊരു കാര്യമാണ് ഒരു ലേണിംഗിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സ്ട്രാറ്റജിക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് പിന്നീട് ഗ്രാജുവലി ആ കൊടുത്ത ഹെൽപ്പ് കുറച്ചിട്ട് കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കുന്നത്? നമ്മൾ അതിന് വേറൊരു പേരാണ് പഠിച്ചത്, ആ പേരിൽ തന്നെ മറ്റൊരു പേര് കൂടെ നമ്മൾ പറയാറുണ്ട്. അതിനെന്താണ് നമ്മൾ പറയുന്നത്? ആ പേരിന് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ അസിസ്റ്റഡ് ലേണിംഗ് ആണ് കേട്ടോ. അസിസ്റ്റഡ് ലേണിംഗ് ആണ്. നമ്മുടെ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞ സെയിം സംഭവമാണ് അസിസ്റ്റഡ് ലേണിംഗ്. നമ്മൾക്കറിയാം, ഒരു അസിസ്റ്റൻസ് കൊടുത്തിട്ട് ആ ഒരു അസിസ്റ്റൻസ് നമ്മൾ പതിയെ പിൻവലിച്ചുകൊണ്ട് കുട്ടിയെ ആ ഒരു ഡെവലപ്മെന്റ് കംപ്ലീറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ ആക്കുന്നതിനെയാണ് അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേറ്റന്റ് ലേണിംഗ് എന്താണ്? ലേറ്റന്റ് ലേണിംഗ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ലേണിംഗ് തിയറീസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ലേറ്റന്റ് ലേണിംഗ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഒരു കോഗ്നിറ്റീവ് മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ലേണിംഗ് ആണ് ലേറ്റന്റ് ലേണിംഗ്. നമ്മൾക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കൊരു റിവാർഡ് വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ആ ഒരു ലേണിങ്ങിനെ പുറത്തോട്ട് എടുക്കുന്നത്. ഓക്കെ, അതാണ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ലേണിംഗ് ആണ് ലേറ്റന്റ് ലേണിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കമ്പണൻസ് ഓഫ് ഫോർമേറ്റീവ് വാല്യുവേഷൻ കൾച്ചർ ഇൻ ക്ലാസ് റൂം? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഒരു ഫോർമേറ്റീവ് വാല്യുവേഷൻ കൾച്ചർ ക്ലാസ് റൂമിൽ നടക്കുമ്പോൾ അതിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. യൂസ് ഓഫ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷണൽ അപ്രോച്ച് ടു അഡ്രസ് ഡൈവേഴ്സ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്, അത് വരുന്നുണ്ട് ഒരു ഫോർമേറ്റീവ് വാല്യുവേഷനിൽ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഗോൾസ് ആൻഡ് ട്രാക്കിംഗ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോഗ്രസ്, അത് വരുന്നുണ്ടോ? ഫീഡ്ബാക്ക് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആസ് പെർ ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്, അത് വരുന്നുണ്ടോ? പാസീവ് എൻഗേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് പ്രോസസ്, ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് നമ്മൾക്കറിയാം, ആദ്യത്തെ 3 ഓപ്ഷൻസും കുട്ടികളുടെ നീഡ്സ് അനുസരിച്ചിട്ട് കുട്ടികളുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവരുടെ പെർഫോമൻസിനെ കൂട്ടി അവരുടെ ഇംപ്രൂവ്മെന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, കുട്ടികളുടെ പ്രോഗ്രസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു മെത്തേഡ്സ് ആണ് ഈ 3 ഓപ്ഷനിലും പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഫോർമേറ്റീവ് വാല്യുവേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, കോമ്പണൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പാസീവ് എൻഗേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് പ്രോസസ്. ഫോർമേറ്റീവ് വാല്യുവേഷനിൽ ഒരിക്കലും കുട്ടികൾ പാസീവ് ആയിട്ടിരിക്കില്ല, അവരെ ആക്റ്റീവ്ലി അവർ ടീച്ചേഴ്സ് ആക്റ്റീവ് ആക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മാക്സിമം പെർഫോമൻസ് പാർട്ടിസിപ്പേഷൻ ക്ലാസ് റൂമിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അവരുടെ പ്രോഗ്രസിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്ന ആ ഒരു കോമ്പണന്റ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അവസാനമായിട്ട് നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ ഫോർ എപ്പിസോഡിക് ബഫർ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു ടേം കേട്ടിട്ടുണ്ടോ, എപ്പിസോഡിക് ബഫർ? ഇത് ഏത് ഭാഗത്ത് വരുന്നു? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്താ എപ്പിസോഡിക് ബഫറിന് കാര്യം? ഫീഡ്ബാക്ക് ഉണ്ടാവോ, ജസ്റ്റ് മിനിറ്റ്, ഫീഡ്ബാക്ക് ഉണ്ടാവോ ഫോർമേറ്റീവ് വാല്യുവേഷനിൽ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് ഉണ്ടാകും. ഫോർമേറ്റീവ് വാല്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ഫീഡ്ബാക്സ് കൊടുത്ത് കുട്ടികളെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഫോർമേറ്റീവ് വാല്യുവേഷന്റെ ഒരു എക്സാമ്പിൾ പറയാം. ക്ലാസ്സിൽ ടീച്ചർ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അതായത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടീച്ചർ കുട്ടിക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത്, താൻ പറയുന്നത് കുട്ടിക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പൊ കുട്ടിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോ ടീച്ചർക്ക് മനസ്സിലാകും, നോക്കി ടീച്ചർ പറഞ്ഞത് ഫുള്ള് കുട്ടിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഫുള്ള് മനസ്സിലായിട്ടില്ല. അപ്പോ ടീച്ചർ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇത് മാത്രല്ല ഇന്ന കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ചോദിക്കുന്നു, ടീച്ചർ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു ഫീഡ്ബാക്ക്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫീഡ്ബാക്കിലൂടെയാണ് ഫോർമേറ്റീവ് വാല്യുവേഷൻ പോസിബിൾ ആകുന്നത്, കുട്ടിയുടെ ആ ഒരു പ്രോഗ്രസ് കാണിക്കുന്നത് കേട്ടോ. അവിടെ ഫീഡ്ബാക്കിന് വളരെ വലിയ റോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ എപ്പിസോഡിക് ബഫർ നമ്മൾക്ക് നോക്കാം. അപ്പൊ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുൻപേ എന്താണ് എപ്പിസോഡിക് ബഫർ, അത് ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത് മെമ്മറിയുടെ ഭാഗത്താണ് വരുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾക്ക് ഈ ഒരു ഭാഗം നമ്മൾക്കൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ടും അതിന്റെ ആൻസറിലോട്ടും വീണ്ടും വരാം. ഓക്കെ, മെമ്മറിയുടെ ഭാഗത്താണ് ഈ എപ്പിസോഡിക് ബഫറും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലെ. ഷോർട്ട് ടൈം മെമ്മറി, വർക്കിംഗ് മെമ്മറി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഷോർട്ട് ടൈം മെമ്മറി, വർക്കിംഗ് മെമ്മറി രണ്ടും രണ്ട് രീതിയിലുള്ള മെമ്മറിയാണ്. പക്ഷെ രണ്ടും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കണക്ഷൻ ഉള്ള മെമ്മറിയാണ്. അതിന്റെ സിമിലാരിറ്റി അതുപോലെ തന്നെ അതിന്റെ ഡിഫറൻസസ് ഒക്കെ നമ്മൾക്ക് നോക്കാം കേട്ടോ. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാം അല്ലെ, വളരെ കുറച്ച് സമയം മാത്രം നമ്മളുടെ മെമ്മറിയിൽ നിൽക്കുന്ന, നമ്മളുടെ കുറച്ച് ഡ്യൂറേഷൻ ഉള്ള ആ ഒരു മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ഹോൾഡിംഗ് ഇൻഫർമേഷൻ ടെമ്പററിലി, കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മളുടെ മെമ്മറിയിൽ കുറച്ച് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ മാത്രമേ ഷോർട്ട് ടൈം മെമ്മറിയിൽ ചെയ്യുന്നുള്ളൂ. വർക്കിംഗ് മെമ്മറിയിലേക്ക് വരുമ്പോൾ അവിടെയും കുറച്ച് ഇൻഫർമേഷനെ കുറച്ച് സമയത്തേക്കാണ് നമ്മളുടെ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, വർക്കിംഗ് മെമ്മറിയുടെ ഒരു പ്രത്യേകത, വർക്കിംഗ് മെമ്മറിയിൽ ആ ഒരു ഇൻഫർമേഷന്റെ വർക്കിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇൻഫർമേഷനെ ജസ്റ്റ് ഹോൾഡ് ചെയ്യല്ല ചെയ്യുന്നത്. ഷോർട്ട് ടൈം മെമ്മറി കുറച്ച് സമയത്തേക്ക് കുറച്ച് ഇൻഫർമേഷനെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ വർക്കിംഗ് മെമ്മറിയിൽ കുറച്ച് സമയത്തേക്ക് കുറച്ച് ഇൻഫർമേഷനെ ആക്റ്റീവ്ലി പ്രോസസ് ചെയ്യുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വർക്കിംഗ് മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ കിടന്ന് എന്താ പറയാ ആക്റ്റീവ്ലി പ്രോസസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പല പല തിങ്കിങ് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മളുടെ ജഡ്ജ്മെന്റ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ആക്റ്റീവ്ലി പ്രോസസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയൂലേ, സാധാരണ ഒരു ഫ്രണ്ടിന്റെ ഫോൺ നമ്പർ നമ്മൾക്ക് ഓർത്ത്, ഒരു ഫ്രണ്ടിന്റെ ഫോൺ നമ്പർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഫ്രണ്ടിനെ വിളിച്ചു. ഓക്കെ, നീ പറഞ്ഞോ, ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ എഴുതിയെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി മറ്റൊരു ഫ്രണ്ടിന്റെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പൊ ശരി, ഞാൻ ഫോൺ നമ്പർ ഒന്ന് എഴുതട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ നമ്പർ എഴുതി വെച്ച് കഴിഞ്ഞ് അപ്പൊ തന്നെ മറന്നു. ഓക്കെ, ഇനി ആ കുട്ടിക്ക് ആ ഒരു ഫോൺ നമ്പർ ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് നോക്കിയിട്ട് വായിച്ചിട്ട് വേണം. അതാണ് ഷോർട്ട് ടൈം മെമ്മറി. ജസ്റ്റ്
കുറച്ച് സമയത്തേക്ക് കുറച്ച് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. അത് മാത്രമാണ് ഷോർട്ട് ടൈം മെമ്മറി. വർക്കിംഗ് മെമ്മറിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഓൺലൈനായിട്ട് ഒരു എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, എന്തെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കൂലേ, എന്തെങ്കിലും ടേബിൾ ആയിക്കോട്ടെ, എന്തെങ്കിലും ഓർഗനൈസർ ആയിക്കോട്ടെ, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പാർട്സ് 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 ആയിട്ടായിരിക്കും അല്ലെ, ഓരോരോ കുഞ്ഞു കുഞ്ഞു പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അത് സെറ്റ് ചെയ്യാനുള്ള, അത് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനൊരു സ്ട്രക്ചർ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടും. ആ പേപ്പർ നമ്മൾ വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് സ്ക്രൂ ഒക്കെ മുറുക്കി കറക്റ്റ് ആയിട്ട് അതിനെ ഒരു സ്ട്രക്ചറിലോട്ട് ആക്കണം. അപ്പോ നമ്മൾ ആദ്യം പേപ്പർ എടുക്കുന്നു, നമ്മൾ വായിച്ചു നോക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുന്നു. ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എക്യുപ്മെന്റിന് ഓരോ കാര്യങ്ങളും എടുത്തിട്ട് ആ പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് നമ്മൾ ആക്റ്റീവ്ലി കാര്യങ്ങളായ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ട് നമ്മൾ അതൊരു സ്ട്രക്ചർ രൂപത്തിലാക്കുന്നു. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഈ രൂപത്തിലാക്കി എന്നുള്ളതിന്റെ ആ ഒരു ഓർഡർ, ആ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡർ നമ്മൾ മറന്നു പോകും അല്ലെ. ഇതാണ് വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറിയിൽ നമ്മൾ ജസ്റ്റ് കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ ആക്റ്റീവ്ലി പ്രോസസ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ നമ്മൾ ആക്റ്റീവ്ലി പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, ഇതെങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഷോർട്ട് ടൈം മെമ്മറിയും വർക്കിംഗ് മെമ്മറിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് കംപ്ലീറ്റ്ലി വർക്കിംഗ് മെമ്മറിയിലോട്ട് വരാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ. അപ്പോ ഇനി നമ്മൾ കംപ്ലീറ്റ്ലി വർക്കിംഗ് മെമ്മറി ആണ് പഠിക്കുന്നത്. ജസ്റ്റ് നോക്കി വെക്കാം കേട്ടോ, അതിന്റെ ഓരോ ടേംസ് ഒക്കെ ജസ്റ്റ് നോക്കി വെക്കാം. വർക്കിംഗ് മെമ്മറിയുടെ കോമ്പണൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വർക്കിംഗ് മെമ്മറിയുടെ കോമ്പണൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഫൊണോളജിക്കൽ ലൂപ്പ് ഉണ്ട്, എപ്പിസോഡിക് ബഫർ ഉണ്ട്, വിഷ്വോ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ഉണ്ട്. ഈ 4 എണ്ണാണ് മെയിൻ ആയിട്ടും വർക്കിംഗ് മെമ്മറിയുടെ 4 കോമ്പണൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫൊണോളജിക്കൽ ലൂപ്പിൽ തന്നെ 2 സബ് കോമ്പണൻസ് ഉണ്ട്, ആർട്ടിക്കുലേറ്ററി ലൂപ്പും അക്കോസ്റ്റിക് സ്റ്റോർ എന്ന് പറഞ്ഞ 2 സബ് കോമ്പണൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബാഡ്ലി ആൻഡ് ഹിച്ച് ആണ് ഈ ഒരു വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയുടെ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. 4 മെയിൻ കോമ്പണൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓരോന്നും ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾക്ക് നോക്കാം. സെൻട്രൽ എക്സിക്യൂട്ടീവ്, ഓരോന്നും പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആളാണ്. അതായത് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, ബാക്കിയുള്ള ആ ഒരു മൊത്തം വർക്കിംഗ് മെമ്മറി സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന, ഇപ്പൊ കാര്യങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന, ബാക്കി ഫൊണോളജിക്കൽ ലൂപ്പിലെയും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിലെയും എപ്പിസോഡിക് ബഫറിലെയും ഒക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു വർക്കൊക്കെയാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. ആ പേര് പോലെ തന്നെ സെൻട്രൽ ഒരു എക്സിക്യൂട്ടീവ് ആണ്. പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ അറ്റൻഷൻ കൊടുക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, ഡിസിഷൻ മേക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെയാണ് സെൻട്രൽ എക്സിക്യൂട്ടീവിനുള്ളത്. അത് മനസ്സിലാക്കാം. ദെൻ ഫൊണോളജിക്കൽ ലൂപ്പ്. ഫൊണോളജിക്കൽ ലൂപ്പ് നമുക്കറിയാം അല്ലെ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഫൊണോളജിക്കൽ, നമ്മൾ ഫോണറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് ഓഡിറ്ററി ഇൻഫർമേഷൻസും വെർബൽ ഇൻഫർമേഷൻസും ഹാൻഡിൽ ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ് ഫൊണോളജിക്കൽ ലൂപ്പിനുള്ളത്. ഓക്കെ, ഓഡിറ്ററി ഇൻഫർമേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഓഡിറ്ററി ഇൻഫർമേഷൻ എങ്ങനെയാണ് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കുക, അതിന്റെ മൊത്തത്തിലുള്ള ഹാൻഡ്ലിംഗ് ആണ് ഫൊണോളജിക്കൽ ലൂപ്പ്. അതുപോലെ തന്നെ വെർബൽ ഇൻഫർമേഷൻസും. ഇതിന് 2 സബ് കോമ്പണൻസ് ഉണ്ട്, ഫൊണോളജിക്കൽ സ്റ്റോറും ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സും. അതായത് നമ്മൾ പറഞ്ഞല്ലോ 2 ടൈപ്പുള്ള ഇൻഫർമേഷനെ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് വെർബൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള, വേർഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഓഡിറ്ററി ഇൻഫർമേഷൻ, നമ്മൾ കേൾക്കുന്ന ഇൻഫർമേഷൻ. അപ്പൊ ഫൊണോളജിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ ഇയർ എന്നും നമ്മൾ പറയുന്നുണ്ട്. അതായത് ഓഡിറ്ററി ഇൻഫർമേഷനെ, കേൾവിയിലൂടെ നമുക്ക് വരുന്ന സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ നമ്മളുടെ മെമ്മറിയിൽ ടെമ്പററിലി ഹോൾഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫൊണോളജിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇന്നർ വോയിസ് എന്ന് പറയും. അതായത് നമ്മളുടെ മെമ്മറിയിൽ ഒരു ലോങ്ങർ പീരീഡിലേക്ക് ആ ഒരു നമ്മൾ കേട്ട ഒരു കാര്യത്തെ
കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് അല്ലെ, ആ ഒരു ഇൻഫർമേഷൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതിനെയാണ് ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സ് വേണ്ടി യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, എല്ലാ സ്ലൈഡ്സും ഒന്നുകൂടെ കാണിക്കാം. അതുപോലെ തന്നെ സ്ലൈഡ്സ് നിങ്ങളുടെ ആപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോ ഓഡിറ്ററി ഇൻഫോർമേഷന് വേണ്ടിയിട്ടുള്ള അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഫോണോളജിക്കൽ സ്റ്റോർ. വെർബൽ ഇൻഫർമേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണ് ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് വിഷ്വോ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. ആ ഒരു പേര് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം അല്ലെ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിഷ്വൽ ആയിട്ടുള്ള ഇൻഫർമേഷനെയും സ്പേഷ്യൽ ഇൻഫർമേഷനെയും വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വിഷ്വോ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ റൂമില് നിങ്ങൾ ഒരു പുതിയൊരു ടേബിൾ നിങ്ങളുടെ റൂമിലേക്ക് നിങ്ങൾ വാങ്ങി. അത് ഏത് ഭാഗത്ത് സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യും അല്ലെ, ആ ഒരു വിഷ്വൽ ഇമേജ് വന്നിട്ട് പിന്നെ നിങ്ങളുടെ റൂമിന്റെ ആ ഒരു സ്പേഷ്യൽ ആ ഒരു ഘടനയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനെ നിങ്ങളുടെ റൂമിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യും. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആണ് ചെയ്യുന്നത്. അടുത്തതാണ് എപ്പിസോഡിക് ബഫർ. എപ്പിസോഡിക് ബഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഫോണോളജിക്കൽ ലൂപ്പിലെയും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിലെയും അതുപോലെ തന്നെ നമ്മളുടെ ലോങ് ടൈം മെമ്മറിയിലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എപ്പിസോഡിക് ബഫറിനുള്ളത് കേട്ടോ. എല്ലാ കാര്യങ്ങളെയും ലോങ് ടൈം മെമ്മറി, ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, ഇതിലുള്ള എല്ലാ ഇൻഫർമേഷനെയും ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് എപ്പിസോഡിക് ബഫറിനുള്ളത്. അപ്പൊ ഇതെല്ലാം ഒരു ഒറ്റ ടേബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. സെൻട്രൽ എക്സിക്യൂട്ടീവ് നമ്മൾക്ക് കാര്യങ്ങളെ അറ്റൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ഒരു ടാസ്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു പ്ലാനിങ്, അറ്റൻഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. പിന്നെ ഫോണോളജിക്കൽ ലൂപ്പ് വെർബൽ ആൻഡ് ഓഡിറ്ററി ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യുന്ന ഒരു പണിയാണ് ഫോണോളജിക്കൽ ലൂപ്പിനുള്ളത്. അതായത് നമ്മളൊരു ഫോൺ നമ്പർ റെപ്പറ്റീഷനിലൂടെ നമ്മളൊരു ഫോൺ നമ്പർ ഓർത്ത് വെക്കുന്നു, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണോളജിക്കൽ ലൂപ്പാണ്. അവിടെ ഓഡിറ്ററി ഇൻഫർമേഷനും വരുന്നുണ്ട്, വെർബൽ ഇൻഫർമേഷനും വരുന്നുണ്ട്. പിന്നെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് processes visual and spatial information, imagining how furniture fits in a room. ഒരു റൂമിൽ എങ്ങനെയാണ് ഒരു ഫർണിച്ചർ ഫിറ്റ് ആവുക, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എങ്ങനെയാ ഫിറ്റ് ആവുക, അതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആണ് വർക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മള് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക, അപ്പോഴൊക്കെ നമ്മളുടെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എപ്പിസോഡിക് ബഫർ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, ലോങ് ടൈം മെമ്മറി, ഈ വക ഇൻഫർമേഷനെ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എപ്പിസോഡിക് ബഫർ ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് റീടെല്ലിംഗ് എ സ്റ്റോറി ബൈ കമ്പൈനിങ് വിഷ്വൽസ്, ഡയലോഗ്സ് ആൻഡ് പ്രയർ നോളജ്. അതായത് നമ്മളൊരു സ്റ്റോറി പറയുമ്പോൾ അതിൽ വിഷ്വൽസ് വരുന്നുണ്ട്, ഡയലോഗ്സ് വരുന്നുണ്ട്, പ്രയർ നോളജ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ ലോങ് ടൈം മെമ്മറിയിലെയും അതുപോലെ തന്നെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിലെ കാര്യങ്ങളും ഫോണോളജിക്കൽ ലൂപ്പിലെ കാര്യങ്ങളും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഡയലോഗ്സ് ആണെങ്കിൽ നമ്മൾക്കറിയാം ഫോണോളജിക്കൽ ലൂപ്പാണ്, കമ്പൈനിങ് വിഷ്വൽസ് ആണെങ്കിൽ നമ്മൾക്കറിയാം വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആണ്, പ്രയർ നോളജ് ആണെങ്കിൽ നമ്മൾക്കറിയാം ലോങ് ടൈം മെമ്മറിയിലുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി പറയുവാണെങ്കിൽ അത് ചെയ്യുന്നത് നമ്മളുടെ എപ്പിസോഡിക് വർക്കിംഗ് മെമ്മറിയിൽ ഒരു എപ്പിസോഡിക് ബഫറിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് വർക്കിംഗ് മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന പല കോമ്പണൻസ് ആണിത്. ഓക്കെ ആണോ? വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ 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 ഓക്കെ, ക്ലിയർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കുന്നു നോക്കുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാം, അതിന്റെ ആൻസറും കാണിക്കാം കേട്ടോ. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഈ ഒരു ഭാഗം പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, കുറേ ടേംസ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ ഫോർ എപ്പിസോഡിക് ബഫർ? എപ്പിസോഡിക് ബഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ ആ ഒരു കോമ്പണന്റ് ആണ്
അത് എന്താ ചെയ്യുന്നത്? എല്ലാത്തിനെയും ഫൊണോളജിക്കൽ ലൂപ്പ്, വിഷ്വോസ്പേഷ്യൽ സ്കെച്ച് പാഡ്, ലോങ് ടൈം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് അതിനുള്ളത്. അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. ഫൊണോളജിക്കൽ ലൂപ്പ് എന്നൂടെ പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. പറയാം. ഫൊണോളജിക്കൽ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബൽ ഇൻഫർമേഷനെയും ഓഡിറ്ററി ഇൻഫർമേഷനെയും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വെർബൽ ഇൻഫർമേഷനെയും ഓഡിറ്ററി ഇൻഫർമേഷനെയും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു കാര്യം കേട്ടു, ആ ജോലിയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കേട്ട കാര്യം നമ്മളുടെ മെമ്മറിയിൽ നമ്മൾ സൂക്ഷിക്കാം, അതും നടക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നത്? അതിനെ നമ്മൾ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കും അല്ലെ, റിപ്പീറ്റ് ചെയ്ത് നോക്കും. നമ്മളുടെ ഒരു ഇന്നർ വോയിസ് ആണ്, നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒരു കാര്യം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഫൊണോളജിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഡിറ്ററി ഇൻഫർമേഷനെ ടെമ്പററി ഹോൾഡ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് ആണ് അവിടെ ചെയ്തത്. ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നമ്മളിലേക്കുള്ള കാര്യം ആ ഒരു ഇൻഫർമേഷനെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്, ഇന്നർ വോയിസ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം നടക്കുന്നത് ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സിലൂടെയാണ്, ആ ഒരു യൂണിറ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ ആണോ? ഓക്കെ, ചാറ്റ് ബോക്സിൽ അക്കോസ്റ്റിക് സ്റ്റോർ എന്താന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫൊണോളജിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ, ഫൊണോളജിക്കൽ സ്റ്റോറിനെ പറയുന്ന മറ്റൊരു വാക്കാണ് കേട്ടോ അക്കോസ്റ്റിക് സ്റ്റോർ. ഇവിടെ രണ്ടും രണ്ട് പേരിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വന്നൊരു ഡൗട്ടാണ്. ഫൊണോളജിക്കൽ ലൂപ്പിന്റെ സബ് ആയിട്ടുള്ള ഫൊണോളജിക്കൽ സ്റ്റോറില്ലേ, അതിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് അക്കോസ്റ്റിക് സ്റ്റോർ. പിന്നെ മറ്റേത് ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആർട്ടിക്കുലേറ്ററി ലൂപ്പ്. അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഓക്കെ, ഒരു തിയറീസ് ജസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് പറഞ്ഞു തരാമോ? അതായത് പിയാഷെ എന്താണ്, വൈഗോട്സ്കി എന്താണ്, അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടേമായി പറയുമോ? അത് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ ഒരു PPT ഷെയർ ചെയ്തോട്ടെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. നമ്മൾക്ക് ലേണിംഗ് തിയറീസ് ജസ്റ്റ് ഒന്ന് അതായത് നിങ്ങളുടെ ആപ്പില് ലേണിംഗ് തിയറീസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോന്നിന്റെയും ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലേണിംഗ് തിയറീസിന്റെ ക്വസ്റ്റ്യൻസ് എണ്ണം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ലേണിംഗ് തിയറീസ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി നമ്മളുടെ റെക്കോർഡിംഗ് ക്ലാസ്സസ് കാണാൻ സജസ്റ്റ് ചെയ്തത് കേട്ടോ. ജസ്റ്റ് നമ്മൾക്കൊന്ന് സമ്മറൈസ് ചെയ്യാം, അതായത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ആരൊക്കെ ഏതൊക്കെ തിയറിയാണ് അതിൽ എന്താണ് മെയിൻ ആയിട്ടും പറയുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു തിയറി ലേണിംഗ് ത്രൂ അസോസിയേഷൻ. ഓക്കെ, അതായത് രണ്ട് കാര്യങ്ങൾ പരസ്പരം അസോസിയേഷനിലൂടെ, പരസ്പരം കണക്ഷനിലൂടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്തെടുക്കാം. അസോസിയേഷനിലൂടെ ലേൺ ചെയ്യുന്നതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. അങ്ങനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് ഒരു ലേണിംഗ് പോസിബിൾ ആണ്, അസോസിയേഷനിലൂടെ ലേണിംഗ് പോസിബിൾ ആണെന്ന് പറഞ്ഞത് ആരാണ്? ഇവാൻ പാവ്ലോവ് ആണ്. ഓക്കെ, പിന്നെ അസോസിയേഷനിലൂടെ, പക്ഷേ എന്ത് തമ്മിലുള്ള അസോസിയേഷനിലൂടെ? റിവാർഡ്സും പണിഷ്മെന്റും, റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും അസോസിയേറ്റ് ചെയ്തിട്ട്, ബിഹേവിയറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ലേണിംഗ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് BF സ്കിന്നർ ആണ്. ഓക്കെ, ഒരു കുട്ടിയുടെ ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു പെർട്ടിക്കുലർ കാര്യം ലേൺ ചെയ്യുന്നത്, ഒരു ബിഹേവിയർ ആ കുട്ടി കാഴ്ചവെച്ചിട്ട്, ഒരു ബിഹേവിയർ ആ കുട്ടി പെർഫോം ചെയ്തിട്ട് ആ കുട്ടിക്ക് റീഇൻഫോഴ്സ്മെന്റ് ആണോ പണിഷ്മെന്റ് ആണോ കിട്ടിയത് എന്നുള്ളതിന്റെ ബേസിസിലാണ്. റീഇൻഫോഴ്സ്മെന്റ് ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ ഒരു ബിഹേവിയർ വീണ്ടും കാണിക്കണം എന്നാണ് ലേൺ ചെയ്യുന്നത്. പണിഷ്മെന്റ് ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ അതോടെ നിർത്തണം, ആ ഒരു ബിഹേവിയർ ഇനിയും കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാര്യമാണ് ആ കുട്ടി ലേൺ ചെയ്യുന്നത്. അങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റുമായിട്ട് ബിഹേവിയറിനെ കണക്ട് ചെയ്തുകൊണ്ട് ലേണിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്തത് BF സ്കിന്നർ ആണ്.
പിന്നെ അടുത്തൊരു ലേണിംഗ് ആണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ലോ ഓഫ് എഫക്റ്റ് തിയറി എന്ന് നമ്മൾ പറയും. എഡ്വാർഡ് തോണ്ടേക്കിന്റെ തിയറിയാണ്. അതായത് നമ്മൾ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് ട്രൈ ചെയ്ത് എറർ സംഭവിച്ച് അതിൽ നിന്നും വീണ്ടും കാര്യങ്ങൾ പഠിച്ച് വീണ്ടും ട്രൈ ചെയ്ത് വീണ്ടും എറർ സംഭവിച്ച് അങ്ങനെ ട്രയൽ ആൻഡ് എററിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് തോണ്ടേക്ക് പറഞ്ഞത്. ലോ ഓഫ് എഫക്റ്റ് കൊണ്ടുവന്നതും അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് പറഞ്ഞതും എന്താ തോണ്ടേക്ക് ആണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എഫക്റ്റ്, ഒരു ബിഹേവിയർ നമ്മൾ കാഴ്ചവെച്ചു, നമ്മൾക്ക് ആ ഒരു ബിഹേവിയർ നമ്മൾ കാഴ്ചവെച്ചത് കൊണ്ട്, ആ ഒരു പെർഫോം ചെയ്തത് കൊണ്ട് നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടിയത്. ഓക്കെ, നമ്മൾക്കൊരു നല്ല എഫക്റ്റ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഒരു ബിഹേവിയർ നമ്മൾ ചെയ്തപ്പോ നമ്മൾക്ക് ഒരു മോശം എഫക്റ്റ് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ആ ബിഹേവിയർ പിന്നെ കാണിക്കില്ല എന്നുള്ളതാണ് ലോ ഓഫ് എഫക്റ്റിലൂടെ തോണ്ടേക്ക് പറഞ്ഞത്. ഓക്കെ, പിന്നെ അടുത്തതാണ് കോണ്ടിഗ്വിറ്റി തിയറി. കോണ്ടിഗ്വിറ്റി തിയറി കൊണ്ടുവന്നത് ഗത്രിയാണ്. ഓക്കെ, ഗത്രിയാണ്. ഗത്രി ഈ ഒരു ലോ ഓഫ് എഫക്റ്റിന്റെ റോളിനെ കംപ്ലീറ്റ്ലി ഡിഎംഫസൈസ് ചെയ്തു. അതായത് ഈ എന്താ ലോ ഓഫ് എഫക്റ്റില് തോണ്ടേക്ക് പറഞ്ഞത് ഒരു റീഇൻഫോഴ്സ്മെന്റിനൊക്കെ ഒരു റോൾ ഉണ്ട്. നമ്മളുടെ ലേണിംഗ് പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യം ലേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾക്ക് ചുറ്റുമുള്ള റീഇൻഫോഴ്സ്മെന്റിന് നല്ല റോൾ ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്? തോണ്ടേക്ക് പറഞ്ഞത്. പക്ഷെ കോണ്ടിഗ്വിറ്റി തിയറിയിൽ ഗത്രി പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരു കാര്യം ലേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മളുടെ ആ ഒരു ബിഹേവിയറിനോട് ചേർന്ന് വരുന്ന പല കാര്യങ്ങൾ, നമ്മുടെ ടൈമിലും സ്പേസിലും വരുന്ന കാര്യങ്ങൾ, അൺലേണിങ്ങിലൂടെ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മളുടെ ഒരു ബിഹേവിയറിലോട്ട് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഗോളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അല്ലാതെ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഗത്രി പറയുന്നത്. ഓക്കെ, പിന്നെ പിയാഷയുടെ തിയറിയും വൈഗോട്സ്കിയുടെ തിയറിയും നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു തിയറിയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺസ്ട്രക്റ്റിവിസ്റ്റിക് തിയറി എന്നാണ് പിയാഷയുടെ തിയറിയുടെ പേര്. അതായത് കുട്ടികൾ തന്നെ അവർക്കൊരു ഇൻബോൺ കപ്പാസിറ്റി ഉണ്ട് അവരുടെ വേൾഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവർ തന്നെയാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്തത്, അവർ ആക്റ്റീവ്ലി നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പിയാഷെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിയറിക്ക് ഇൻഡിവിജ്വൽ കൺസ്ട്രക്റ്റിവിസ്റ്റിക് തിയറി എന്ന് പേരുള്ളത്. പിന്നെ വൈഗോട്സ്കിയുടെ തിയറിയുടെ പേരാണ് സോഷ്യോ കൾച്ചറൽ തിയറി അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിക് തിയറി. ലേണിംഗ് സംഭവിക്കുന്നത്, നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതിന് നമ്മളുടെ ചുറ്റുമുള്ള സൊസൈറ്റിക്ക്, നമ്മളുടെ ചുറ്റുമുള്ള നമ്മളുടെ പാരന്റ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പിയേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മളുടെ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലും നമ്മളുടെ ലേണിങ്ങിലും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്, വലിയ പങ്കുണ്ടെന്നാണ് ആര് പറഞ്ഞത്? വൈഗോട്സ്കി പറഞ്ഞത്. ഓക്കെ, പിന്നെ അടുത്തൊരു തിയറിയാണ് സബ്സംഷൻ തിയറി. സബ്സംഷൻ തിയറിനെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്നുകൂടെ പേരുണ്ട്. ഓസബെല്ലാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത് കേട്ടോ. സബ്സംഷൻ തിയറി കൊണ്ടുവന്നത് ഓസബെല്ലാണ് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കാര്യം പഠിക്കണം, നമുക്കൊരു കാര്യം ലേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിവ്യസ് നോളജ് നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വെർബൽ ലേണിംഗ് നടക്കുള്ളൂ എന്നുള്ളതാണ് സബ്സംഷൻ തിയറിയിലൂടെ ആര് പറഞ്ഞത്? ഓസബെല്ല് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രിവ്യസ് ലേണിംഗ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു പുതിയ ഒരു കാര്യം പഠിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ടേമാണ്, ഒരു കാര്യമാണ് അഡ്വാൻസ്ഡ് ഓർഗനൈസേഴ്സ് എന്നുള്ള ഒരു കാര്യം. ഓക്കെ, പിന്നെ ബ്രൂണർ കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ്. ബ്രൂണറിന്റെ ഒരു തിയറിയിൽ അദ്ദേഹം 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ഇവിടെയും ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റിക് തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഇനാക്റ്റീവ് മോഡ്, പിന്നെ ഐക്കോണിക് മോഡ്, സിംബോളിക് മോഡ്, അങ്ങനെ 3 റെപ്രസെന്റേഷൻ ആണ് ഇവിടെ ലേണിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രൂണറിന്റെ തിയറി ഒന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ, എന്നാലും അതൊരു ലേണിംഗ് തിയറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ റെക്കോർഡിങ്ങിൽ ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്തതും അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഓക്കെ,
പിന്നെ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്, ഡെയിൽ കോൺസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു തിയറി പറയുന്നുണ്ട്. അതായത് നമ്മൾ പല ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ടീച്ചേഴ്സ് നമ്മൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ടീച്ചിങ് എയ്ഡ്സിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സും ഏറ്റവും ലീസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് മുതൽ ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് വരെ ഒരു പിരമിഡിന്റെ രൂപത്തില്, ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു കോണിന്റെ രൂപത്തിൽ ഡെയിലി ക്ലാസിഫൈ ചെയ്തിട്ടാണ് ടീച്ചിങ് എയ്ഡ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് ആ ഒരു കാര്യത്തെയാണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇല്ലുസ്ട്രേറ്റ്സ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആൻഡ് ദെയർ ലെവൽസ് ഓഫ് എഫക്റ്റീവ്നെസ്. ആ ഒരു മെത്തേഡ്സ് ഓഫ് ലേണിംഗിന്റെ അതിന്റെ എഫക്റ്റീവ്നെസ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാണ് ഡെയിലി ചെയ്തത്. പിന്നെ അടുത്ത തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോറൽ ഡെവലപ്മെന്റ് ആണ്. കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയില് ആ ഒരു എന്താ നീതിബോധ വികസനം, ആ ഒരു മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് 6 സ്റ്റേജസിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 3 ലെവലിലൂടെ: കൺവെൻഷണൽ മൊറാലിറ്റി, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡിങ്സിൽ ഈ ഒരു ഭാഗമൊന്നും തീരെ വാച്ച് ചെയ്യാത്തവർക്ക് മൊത്തത്തിൽ ഒരു പുകയായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളുടെ റെക്കോർഡിങ്ങിൽ ഈ ഒരു തിയറി കേട്ടിട്ടുള്ളവർക്കേ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുള്ളൂ. അല്ലാത്തവർക്ക് ഇത് കംപ്ലീറ്റ്ലി പുകയായിരിക്കും. നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സെഷനിൽ ഇങ്ങനെ പറഞ്ഞു പോവാനേ നിവർത്തിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്, ഡൗട്ടുമാണ് ഒരു കുട്ടി ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ ഭാഗം തന്നെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഗാഗ്നയുടെ 9 ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എങ്ങനെയാണ് ഒരു ലേണിംഗ് നടക്കുന്നത് എന്നുള്ളത് 9 ഇവന്റ്സ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാഗ്നെ. പിന്നെ അദ്ദേഹം ചെയ്തത് ലേണിങ്ങിനെ, പല രീതിയിലുള്ള ലേണിങ്ങിനെ അതിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തു അദ്ദേഹം. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിഗ്നൽ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതിന്റെ മുകളിലുള്ള ഒരു ലേണിംഗ്, അതിന്റെ മുകളിലുള്ള ലേണിംഗ്, അതിന്റെ മുകളിലുള്ള ലേണിംഗ്, ഏറ്റവും മുകളിൽ പ്രോബ്ലം സോൾവിങ്, സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, പിന്നെ ചെയിനിങ് വരും, പിന്നെ വെർബൽ അസോസിയേഷൻ വരും, പിന്നെ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് വരും, പിന്നെ റൂൾ ലേണിംഗ് വരും, പിന്നെ എന്താ വരുന്നത്, പിന്നെ ഏറ്റവും മുകളിൽ പ്രോബ്ലം സോൾവിങ്ങും വരും. ഓക്കെ, പിന്നെ ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമി നമ്മൾ അങ്ങനെ ഒരു തിയറിയിൽ പറയില്ല. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗിലൂടെ ഉണ്ടാവുന്നത്. ലേണിംഗ് തിയറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് ആണ്. പക്ഷെ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗ് നടക്കുമ്പോൾ നമ്മൾക്കറിയാം അല്ലെ, ഒരുപാട് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ, കാര്യങ്ങളെ പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവേണ്ട ഔട്ട്കംസ് ഉണ്ട്. ലേണിംഗിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ട കുറെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബ്ലൂ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ഡൊമൈൻ, പിന്നെ അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. ഈ 3 ഡൊമൈനിലും വിവിധ ഒരു 5-6 കാറ്റഗറി ആക്കിയിട്ടാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബണ്ടൂരയാണ് കൊണ്ടുവന്നത്. ഒബ്സർവേഷനിലൂടെ ഒരു കുട്ടി എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മോഡലിംഗിലൂടെ ഒരു കുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ ആൽബർട്ട് ബണ്ടൂര പറഞ്ഞത്. പിന്നെ ലേറ്റന്റ് ലേണിംഗ്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോൾമാൻ ആൻഡ് ഹോൺസിക് ആണ് ലേറ്റന്റ് ലേണിംഗിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അതായത് നമ്മളെ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ലേണിംഗ് ആണ്. ഒരു റിവാർഡ്, ഒരു റീഎൻഫോഴ്സ്മെന്റ് വരാതെ, ഒരു മോട്ടിവേഷൻ വരാതെ അത് എക്സ്പ്രസ് ചെയ്യില്ല. നമ്മളൊരു കാര്യം നമ്മൾ പോലും അറിയാതെ പഠിച്ചിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ച ഉടനെ തന്നെ എക്സ്പ്രസ് ചെയ്യില്ല. പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, ഒരു റിവാർഡ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു റീഎൻഫോഴ്സ്മെന്റ് വരുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്ത് ചാടുന്ന രീതിയിലുള്ള ലേണിംഗ് ആണ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസൈറ്റ് ലേണിംഗ് ഒന്നും ഇതുവരെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ കാണാത്തൊരു ഭാഗമാണ്. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു യുറേക്ക മൊമെന്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മള് നനച്ചിരിക്കാത്ത നേരത്ത് നമ്മൾക്കൊരു സൊല്യൂഷൻ മനസ്സിൽ തെളിയൂല, ഒരു ബൾബൊക്കെ കത്തുന്ന ആ ഒരു അത്തരത്തിലുള്ള ലേണിംഗ് ആണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. കോഹ്ലർ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗിനെ കുറിച്ചിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത അബ്രഹാം മാസ്ലോയുടെ മോട്ടിവേഷണൽ തിയറി, ഹൈറാർക്കി ഓഫ് നീഡ്സ്, നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ
ഇതാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിലുള്ള ലേണിംഗ് തിയറീസ് ഇത്രയും തിയറിയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോ ഒരാൾ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഏതൊക്കെ തിയറി ആരൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ്. ഓക്കെ, യെസ്, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഞാൻ ഇപ്പോഴാണ് ചാറ്റ് ബോക്സ് നോക്കുന്നത്. ഓരോന്ന് പറയുമ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന എക്സാമ്പിൾസ് ആയിട്ടുണ്ടെങ്കിലും പല പല കാര്യങ്ങളായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്തായാലും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓർമ്മകളൊക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിലോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഒരു പുകയാണല്ലേ? എനിക്കറിയാം. കാരണം നിലച്ചിരിക്കാത്ത സമയത്ത് ഇങ്ങനെ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ ഒരു സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ആഹ് എന്താ അതൊരു നമ്മള് എന്താ പഠിച്ചവർക്ക് ഇതൊരു പുകയായിരിക്കില്ല. ഇതൊരു ഓക്കെ, എനിക്കിത് ഓർമ്മയുണ്ട് എന്നുള്ളൊരു ആഹ് വ്യക്തമാക്കലായിരിക്കും. അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു പുക പോലെ ഫീൽ ചെയ്യും ട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാ, നിങ്ങളുടെ ആപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടിട്ട് ലേണിംഗ് തിയറീസ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയില്ല. അതായത് തീരെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒരു ഐഡിയ ഇല്ലാത്തവർ കംപ്ലീറ്റ്ലി ലേണിംഗ് തിയറീസ് പോയിട്ട് കുത്തിയിരുന്ന് പഠിക്കാനൊന്നും ഞാൻ പറയില്ല. എല്ലാവരും നമ്മൾ അത്യാവശ്യം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെയാണ്, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യണ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു 1.5 സ്പീഡിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ലേണിംഗ് തിയറീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വെറുതെ കേട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നന്ദിയുണ്ട് ടീച്ചറെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.